ഹലോ അങ്ങോട്ട് ചെല്ലു ശങ്കര. പറയടാ. ആ എന്തായി? അയ്യോ 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 എല്ലാരും ഒന്ന് മാറുന്നല്ലേ, കാറ്റിട്ടെ. വീശാനൊന്നും ഇല്ലേ? അത് തന്നെ ഞാനും ചോദിക്കുന്നത്, വീശാനില്ലേന്ന്. വെള്ളം കൊണ്ടുവന്നില്ലേ? വെള്ളച്ചിരി കുടിക്ക്. എന്തു പറ്റി? ആ ഫോൺ വന്നതിന് ശേഷമാണല്ലോ. എന്ത് പറ്റേ, ഞാനും സൈഡിൽ 2-3 ആൾക്കാരുമായിട്ടേ പടക്കം വാങ്ങിച്ചു. അവരാണെങ്കിൽ സ്ഥിരം പടക്കെടുക്കുന്ന ആൾക്കാരാണ്. ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ വരെയല്ലേ. ആ എന്നാ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകാ, നമുക്ക് കത്തിച്ചെറിയാ. എഴുതി പടം എല്ലാം കൂടെ 1.5 ലക്ഷം രൂപ പടക്കമുണ്ട്. 1.5 ലക്ഷം രൂപ പടക്കോ? നീ കച്ചവടം ചെയ്യാൻ പോകുന്നു? മാമ എല്ലാവരും കൂടെ ചേർന്ന് കച്ചവടം ചെയ്യാനാണ് തീരുമാനിച്ചത്. അവർ സ്ഥിരം ചെയ്യുന്നവരില്ലേ, ഞാൻ കൂടെ കൂടി ലാഭം കിട്ടുമല്ലോ. പക്ഷെ ഇവിടെ ലൈസൻസ് വേണം. അവന്മാർ ആ കിഴങ്ങന്മാർക്ക് അറിവിടാന്ന് ഇപ്പോൾ സ്ട്രിക്റ്റ് ആക്കി. അവന്മാരെ പോലീസ് നോക്കി. അപ്പം എന്തോന്നു, മൊത്തം പൈസയും പോയി. എൻ്റെ 50,000 രൂപയും പോയി. 50,000 രൂപ നിങ്ങൾക്ക് അവിടെ തന്നെ? 50,000 ഏത് നേരത്താന്നോ ഞാൻ അവന് പൈസ കൊടുക്കാൻ തോന്നിയത്? അമ്മയാണോ പൈസ കൊടുത്തത്? അടി ഞാനടി കൊടുത്തത്. അവൻ അവിടെ നിന്ന് വിഷമിക്കുന്ന കണ്ടപ്പം ഞാൻ ചോദിച്ചിട്ടൊന്നും അല്ല, ഞാൻ കൊടുക്കുമായിരുന്നു അവന്. ഓ, മരുമോൻ കാര്യപ്രാപ്തിയുള്ളവനാണെന്ന് തെളിയിക്കാൻ വേണ്ടി ആയിരിക്കും. മര്യാദക്ക് പൈസ വേണം കേട്ടാ. മാമി ഞാനൊരു കാര്യം പറയാം, കച്ചവടം പൊട്ടിയിരിക്കുമ്പോഴേ എന്റെ തിരിച്ച് പൈസ വെക്കുന്നത് കണ്ണു ചോരാത്ത പ്രവർത്തനം. ഞാൻ സ്വർണ്ണം പണം വെച്ച് തന്ന പൈസയാടാ. ഞാൻ കുറെ സ്വർണ്ണം വെച്ചിട്ടുണ്ട്, അത് സേഫ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. മാമിന്റെ സ്വർണ്ണം സേഫ് ആയിട്ട് ഇരിക്കും. മാമി അടിക്കാതെ വേണ്ട. പോലീസ് വരുന്നുണ്ടോ? പോലീസ് പിന്നെ ലൈസൻസിന് പടക്കം വെച്ച് തന്നെ പോലീസ് വിളിക്കൂലേ? നിങ്ങളോട് ഞാൻ പറഞ്ഞാണോ മേലെ ഇങ്ങനെ കാണിക്കരുതെന്ന്? ബിസിനസ് ആകുമ്പോൾ ഉയർച്ച താഴ്ച ഉണ്ടാവും. നിങ്ങൾ ബിസിനസ് ചെയ്ത് ഇത്ര നാളായിട്ട് ഉയർച്ച ഉണ്ടായിട്ടുണ്ടോ? താഴ്ച മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ? ചെയ്ത് ഉറച്ചുണ്ടാവുള്ളൂ. എപ്പ ശരിയാവാൻ? 10-60 വയസ്സാവാറായല്ല, ഇനി എവിടാ ശരിയാകണേ? അച്ഛാ, അച്ഛൻ പറഞ്ഞതാ ശരി, ഇത് ശരിയാവത്തില്ല കേട്ടാ. അച്ഛാ നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കണ്ടേ? മനുഷ്യവിടെ തീർന്നു നിൽക്കാണ്. അതൊക്കെ അതിന്റെ കൂടെ ക്രിസ്മസ് ആഘോഷം അല്ല അച്ഛാ, ഇത്രയും സെറ്റിങ്സ് ഒക്കെ ചെയ്തതല്ലേ, ഇനിയിപ്പോ ആഘോഷില്ലെങ്കിൽ മോശമല്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് നിങ്ങളുടെ അച്ഛനെല്ലാം കൊളോക്കി തരുമെന്ന്. ഇപ്പൊ സമാധാനമായിടാ നിനക്കൊക്കെ. നിങ്ങൾ എല്ലാവരും ഒന്ന് നിർത്തുവോ? വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുത്താ പ്രശ്നം തീരുമല്ല. നിങ്ങൾ എവിടെ നിന്ന് എടുത്തു കൊടുക്കാൻ 50,000 രൂപ? 50,000 ബാലിന് ഒന്നുമല്ല. എന്റെ അച്ഛനെ കാശ് കൊടുക്കുന്നു. അച്ഛൻ കാര്യം അങ്ങനെ 2 കാലം വെട്ടിയെടുക്കും. സാരമില്ലടാ, പോയത് പോട്ടെ. അങ്ങനെ വേണ്ട മാമ, അതിനുള്ള വഴിയൊക്കെ ബാലിന്റെ ഉണ്ട്. നിങ്ങൾ കുറെ നേരം കൊണ്ട് പറയണ്ടല്ലോ അതിനുള്ള വഴി ഉണ്ടെന്ന്. എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കാനാ നിങ്ങൾ 50,000 രൂപ? പടവലത്ത് തെക്കേ പറമ്പില് ഒരു തേക്ക് ഇപ്പുണ്ടല്ലോ. തെക്കേ പറമ്പിൽ തേക്കാ? അത് ശിവാനിയെ കെട്ടിക്കാനുള്ളതാ. എടി അത് വടക്കേ പറമ്പിൽ തേക്ക്, ഇത് തെക്കേ പറമ്പിൽ തേക്കാണ്. ഞാൻ വരുമ്പോഴേക്കെ തരാന്ന് പറയുമല്ലോ, ഇത് തന്നിട്ടില്ലല്ലോ. ഒരു കാര്യം ചെയ്യും, ആ തേക്ക് മാമി വിറ്റോ. 2-2.5 ലക്ഷം രൂപ കണ്ണടച്ചോട്ട് കിട്ടും. 50,000 രൂപ മാമി എടുത്തോ. ഇപ്പം മാമിയാണ് എൻ്റെ കടക്കാരി. ബാക്കി 2 ലക്ഷം രൂപ എപ്പോൾ തരും? പെട്ടെന്ന് വെയിറ്റ് ചെയ്യരുത്, എനിക്ക് സമയമില്ല. പെട്ടെന്ന് എപ്പോൾ തരും? ആ മുഖത്തുള്ള സന്തോഷം കണ്ടോ? മക്കളെ കാശു ആ കേക്ക് മേലെ എടുത്തിട്ടോടാ. പോടാ, പോയി എടുത്തിട്ടോടാ. പോണ പാടി എന്ത് ചിരിക്കുന്നു? എന്ത് എല്ലാവരുടെ മുഖത്ത് എന്ത് സന്തോഷം? എടാ പെട്ടെന്ന് വാടാ. കേക്ക് മക്കളെ എടുത്തോ, എടുത്തോ. മാമി ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. എല്ലാരും നല്ല സന്തോഷത്തോടെ നിൽക്കുകയാണ്. സാധനം പിന്നെ തരാം കേട്ടാ മാമ. മക്കളെ ഹാപ്പി ക്രിസ്മസ്. അത് കിട്ടില്ലേ? അത് കിട്ടില്ലേ? ആ കഴിച്ചോ കഴിച്ചോ കഴിച്ചോ, എല്ലാവരും കഴിച്ചോ. ഹാപ്പി ക്രിസ്മസ്.